മാം കഴിഞ്ഞ പ്രാവശ്യം പ്രഗ്നൻസിയിൽ എനിക്ക് പാൽ കുറവായിരുന്നു. ഞാൻ ഇപ്പോ അടുത്ത പ്രഗ്നൻസിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പ്രഗ്നൻസിയിൽ തന്നെ പാൽ ഉത്പാദനം കൂട്ടാൻ കഴിയുമോ? അതിനായി എന്ത് ചെയ്യണം? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒത്തിരി വിഷമിച്ചു പോയി. ഒട്ടും പാലില്ലായിരുന്നു, എനിക്ക് ഉറക്കവും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് പ്രഗ്നൻസി ആകുമ്പോഴും അതിന് മുമ്പും പ്രഗ്നൻസി സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ ഡെലിവറി കഴിഞ്ഞ് മാത്രമല്ല ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ ബ്രസ്റ്റിന്റെ എക്സാമിനേഷൻ എന്ന് പറയും, ചിലപ്പോൾ നിപ്പിൾ അങ്ങോട്ട് കുഴിഞ്ഞിരിക്കുമായിരിക്കും, അടിയിലേക്ക് ഇൻവേർട്ടഡ് നിപ്പിൾ എന്നായിരിക്കും പറയുന്നത്. ചിലപ്പോൾ അതിന് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ഈ കേസുകൾ നമ്മൾ തന്നെ നിങ്ങൾക്ക് തന്നെ എക്സാം ചെയ്യാം. അല്ലാതെ തന്നെ ഡോക്ടർ നിങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ എൻ്റെ ബ്രസ്റ്റും കൂടി ഒന്ന് എക്സാം ചെയ്യണം. അപ്പം ഡോക്ടർ നോക്കിയിട്ട് കുഴപ്പമില്ലെന്ന് പറയും. ചിലതിനാണെങ്കിൽ നമ്മളൊരു ചെതുമ്പൽ പോലെ ഒരു ഇത് വരും. അപ്പം നമ്മളത് നോക്കിയിട്ട് കുളിക്കുമ്പോൾ നല്ലതായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് ഒന്നെങ്കിൽ എണ്ണ പെട്ടുക, അല്ലെങ്കിൽ നിപ്പ് കെയർ എന്ന് പറഞ്ഞൊരു ഓയിൽമെന്റ് ത്രൂ ഔട്ട് പ്രഗ്നൻസി നോക്കണം. ഇൻവേർട്ടഡ് നിപ്പിൾ, ആ കുഴിഞ്ഞ അടിയിലേക്ക് ഒട്ടും നിപ്പിളില്ല, ഇത്ര പോലും ഇല്ലാത്ത നിപ്പിളുണ്ട്. അത് നമ്മൾ ആദ്യം തുടങ്ങി നമ്മളിങ്ങനെ വലിച്ച് വിട്ടാൽ നിപ്പിൾ എന്ന് പറഞ്ഞൊരു സാധനം മേടിക്കാൻ കിട്ടും. അതിങ്ങനെ വലിച്ച് എക്സസൈസ് ആണത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വരും. പിന്നെ നമ്മൾ പ്രത്യേക പ്രഗ്നൻസിയെ പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് വരാനും അയൺ, കാൽസ്യം, അതുപോലെ ബാലൻസ്ഡ് ഡയറ്റ്, കുറേ ഫുഡിൽ നമ്മൾ പറയും ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, നിങ്ങൾ മനസ്സമാധാനമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങുക. ഈ കണ്ടീഷനെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ മനസ്സ്, കംഫർട്ടബിൾ ശരീരം ഉണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് വരാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഡെലിവറി ആകുമ്പോൾ തന്നെ ഡോക്ടറെ എപ്പോഴും ചോദിക്കണം, മാഡം എൻ്റെ ബ്രസ്റ്റ് ഒന്ന് നോക്കണം. മറന്നു പോകും ചിലപ്പോൾ ഡോക്ടർമാരും. അപ്പോൾ ആ ബ്രസ്റ്റ് നോക്കിയിട്ട് ഡെലിവറി സമയത്ത് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, കറക്റ്റായിട്ട് പൊസിഷനിലാണ്, കറക്റ്റായിട്ട് നിപ്പിൾ അകത്തേക്ക് പോകുന്നുണ്ട്. ക്രാക്ക് നിപ്പിൾ ചിലപ്പം വരാം, കൊച്ചിൻ്റെ ഈ പൊസിഷൻ കൂടെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫീഡിങ് വളരെ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും, പാല് കെട്ടിക്കിടക്കും, അത് പഴുപ്പുണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ നിപ്പ് കെയർ ഓയിൽമെൻറ്റും ഹൈജീനും ഫീഡിങ് മെത്തേഡ് അത് ചോദിച്ച് പഠിച്ചിട്ട് അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മിൽക്കില്ല എന്നുള്ള അവരുടെ ഒരു കരച്ചിലാണ്, അത് ഭയങ്കര കരച്ചിലാണ്, അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.